Assalamu alaikum. Good morning. Welcome back to our GS class. Today I am going to discuss about our 8th chapter, Keeping Diseases at Bay. ഡിസീസസ് എന്താണ്? അസുഖങ്ങളിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം. എങ്ങനെയൊക്കെയാണ് ഹൗ ടു എസ്കേപ്പ് ഫ്രം ദി ഡിസീസസ്, എങ്ങനെയൊക്കെയാണ് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ, എന്തൊക്കെ പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ് ഡിസീസസ് വരാതെ നമുക്ക് നോക്കാൻ പറ്റിയ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ 8th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ബിഗിനിങ് ഓഫ് ദി ചാപ്റ്റർ ഡിസ്കസിങ് അബൌട്ട് ദി അപ്പൂസ് ഡിസീസസ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ ഹപ്പുവിൻ്റെ ഡിസീസസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സയൻസ് ഫെയറിൽ പങ്കെടുക്കുന്നുണ്ട്. ബട്ട് ഈ കനോട്ട് പാർട്ടിസിപ്പേറ്റ് ദാറ്റ് സയൻസ് ഫെയർ. അവനക്ക് ആ സയൻസ് ഫെയർ അടുത്ത് വന്നപ്പോൾ അവനക്ക് ആ ഒരു സയൻസ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഓഫ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡെങ്കി ഫീവർ. അവന് പെട്ടെന്ന് എന്ത് വരികയാണ്? ഡെങ്കി ഫീവർ വരികയാണ്. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സയൻസ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ? നമുക്കും ഇതുപോലെ അല്ലെ ഒരുപാട് ഫങ്ഷൻസിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ അതിയായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എന്ത് വരാറുണ്ട്? ഇത്തരം ഡിസീസസുകൾ വരാറുണ്ട്. സോ വി കനോട്ട് പാർട്ടിസിപ്പേറ്റ് ദാറ്റ് ഫങ്ഷൻസ്. അല്ലേ? അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരം ഫങ്ഷൻസിനൊന്നും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറില്ല. സോ ഇങ്ങനെയാണ് ഡെങ്കി ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത്. വാട്ട് ക്രിയേച്ചർ സ്പ്രെഡ് ബൈ ദി ഡെങ്കി ഫീവർ. എങ്ങനെയാണ് ഇവിടെ അപ്പുവിന് ഡെങ്കി ഫീവർ വന്നിട്ടുണ്ടാവുക? ആരായിരിക്കാം ഡെങ്കി ഫീവർ സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ടായിരിക്കുക? സോ വി ക്യാൻ സ്റ്റഡി ഇൻ ദിസ് പോർഷൻ. നമുക്ക് ഈ ഒരു പോർഷനിൽ എങ്ങനെയാണ് ഡെങ്കി ഫീവർ ഉണ്ടാവുക എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, സോ ഡിസീസസ് വരുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് പ്രിവെൻഷൻ മെത്തേഡ്സ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഡിസീസസിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ ആയിട്ട് നമ്മൾ ഏതൊക്കെ ഡിസീസസ് വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അവെയർ ചെയ്യേണ്ടത്? കോമൺ കോൾഡ്, ഫീവർ, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, അറ്റാച്ച്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളാണ്. ഏതൊക്കെ? കോമൺ കോൾഡ് ഒക്കെ അതെന്ത് ചെയ്യാറുണ്ട്? ഒരു പേഴ്സണ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, തൊട്ടടുത്തുള്ള നമ്മളിപ്പോൾ ക്ലാസ് റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ഫ്രണ്ടിന് കോമൺ കോൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാർക്കും എന്ത് വരാറുണ്ട്? ആ ജലദോഷം അഥവാ കോമൺ കോൾഡ് വരാറുണ്ട്. അപ്പോൾ ഈ ഡിസീസസ്, ഓൾ ഡിസീസസ് ആർ കണ്ടേജിയസ് ഡിസീസസ്. കണ്ടേജിയസ്, എല്ലാ ഡിസീസസും കണ്ടേജിയസ് ആണോ? ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കണ്ടേജിയസ് ഡിസീസസും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസീസസ് വരാതെ അതിൽ നിന്ന് പ്രിവെൻറ്റിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇത്തരം കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസസിൽ നിന്ന്, ആ ഒരു ഡിസീസസ് ഉള്ള പേഴ്സണിൽ നിന്ന് നമ്മൾ മാക്സിമം അകന്ന് നിൽക്കണം. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഡിസീസസ് ആണ് കണ്ടേജിയസ് ഡിസീസസിൽ നിന്ന് വരുന്നത്? പിന്നെ അതുപോലെ തന്നെ ഹൗ ടു ട്രാൻസ്മിറ്റഡ് ദ ഡിസീസസ്. എങ്ങനെയായിരിക്കും ഡിസീസസ് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചിട്ട് ഡു യു ഹിയർ ദ മൈക്രോ ഓർഗാനിസം? ചെറിയ ചെറിയ സൂക്ഷ്മജീവികളാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദി ഫിഗർ. ഈ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട് മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ അല്ലേ. ഇതാണ് നമ്മളുടെ മൈക്രോ ഓർഗാനിസം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളുടെ നാക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസത്തെയാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് മെയിൻലി ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഡ്യൂ ടു ദി ആക്ഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ദ ഡിസീസസ് വെർ ട്രാൻസ്മിറ്റഡ് വൺ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻസ് വഴി വൈറസും ഫംഗസും ബാക്ടീരിയ അതൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസീസസ് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരായിരിക്കാം? എങ്ങനെയായിരിക്കാം? വേർ ദിസ് മൈക്രോ ഓർഗാനിസം വേർ ട്രാൻസ്മിറ്റഡ്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളുടെ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്. ആരുടെ പ്രസൻസ് വഴി? ഹൗസ് ഫ്ലൈയുടെ പ്രസൻസോ, മോസ്കിറ്റോയുടെ പ്രസൻസോ, അല്ലെങ്കിൽ റാറ്റ്, ഇത്തരം ക്രിയേച്ചേഴ്സ് വഴിയാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറ്? ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇത്തരം ക്രിയേച്ചേഴ്സ് ആണ് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ലുക്ക് അറ്റ് ദി ഫിഗർ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 2 ഫിഗേഴ്സിൽ എന്താണ് തന്നിട്ടുള്ളത്? ഹൗസ് ഫ്ലൈയുടെ ഫിഗേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഈ ഹൗസ് ഫ്ലൈ എന്ത് ചെയ്യുന്നു?
എവിടെ നിന്നാണ് ഈ ഹൗസ് ഫ്ലൈ വരുന്നത്? ഡേർട്ടി ആയിട്ടുള്ള പ്ലേസിൽ നിന്നും വരുന്ന ഹൗസ് ഫ്ലൈ എന്ത് ചെയ്യുന്നു? തരത്തിലുള്ള ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അൺകവേർഡ് ആയിട്ടുള്ള ഫുഡിന്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ഈ ഡേർട്ടി പ്ലേസിൽ നിന്ന് വരുന്ന സമയത്ത് എന്തിനെ ക്യാരി ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസം, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസത്തിനെ ക്യാരി ചെയ്തിട്ടാണ് ഈ ഹൗസ് ഫ്ലൈ എന്ത് ചെയ്യാറ്? സാധാരണ രീതിയിൽ ഫ്ലൈ ചെയ്യാറ്. ആ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അൺകവേർഡ് ആയിട്ടുള്ള തുറന്നു വെച്ചിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിട്ട് അത് ഈറ്റൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഈറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൈക്രോ ഓർഗാനിസം ആ ഫുഡിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വെൻ വി ഈറ്റ് ദാറ്റ് ഫുഡ്, ആ ഫുഡ് നമ്മൾ കഴിക്കും വഴി നമ്മളുടെ സ്റ്റൊമക്കിൽ അത്തരം മൈക്രോ ഓർഗാനിസംസ് എത്തുന്നുണ്ട്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൗസ് ഫ്ലൈ, അതുപോലെ മോസ്കിറ്റോസ്, റാറ്റ് വഴിയാണ് മെയിനായിട്ട് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി കണ്ടേജിയസ് ഡിസീസസ്. എന്താണ് കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയാം? ദി ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു നദർ പേഴ്സൺ. ഒരു അസുഖം ഡിസീസസ് വന്നിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കണ്ടേജിയസ് ഡിസീസസ്. അപ്പോൾ കണ്ടേജിയസ് ഡിസീസസിൽ വരുന്ന ഡിസീസസ് ആണ് കോമൺ കോൾഡ്, കൺജക്റ്റിവിറ്റീസ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ. ഇതൊക്കെ നമ്മളെ ഏത് വഴി വരുന്നതാണ്? കോണ്ടാക്ട് വഴി വരുന്നതാണ്. ഇപ്പോൾ കോമൺ കോൾഡ്, നേരത്തെ ഞാൻ പറഞ്ഞു, കോമൺ കോൾഡ് വന്നിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്തോ അതൊക്കെ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആ മൈക്രോ ഓർഗാനിസം നമ്മളുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് കൊറോണ. ഈ കൊറോണ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? എയർ വഴി, അതുപോലെ തന്നെ ആ ഒരു ഡിസീസ് വന്നിട്ടുള്ള പേഴ്സണായിട്ട് നമ്മൾ കോണ്ടാക്റ്റിലൂടെയൊക്കെയാണ് ഈ കൊറോണ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കണ്ടേജിയസ് ഡിസീസസ്. ഓക്കെ, then next common cold and jaundice. This diseases spread at the same way. common cold എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം, jaundice means മഞ്ഞപ്പിത്തം. ഈ രണ്ട് ഡിസീസസും സ്പ്രെഡ് ആവുന്നത് സെയിം ഓർഗാനിസം വഴിയാണോ സ്പ്രെഡ് ആവുന്നത്? കോമൺ കോൾഡ് ആണെങ്കിൽ സ്പ്രെഡ് ആവുന്നത് ഡ്യൂ ടു ദി ആക്ഷൻസ് ഓഫ് വൈറസ് വഴിയാണ് കോമൺ കോൾഡ് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ജോണ്ടിസ് ആണെങ്കിലോ ത്രൂ ഫുഡ് ഓർ വാട്ടർ വഴിയോ ഫുഡ് വഴിയോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലേ, മലിനമായിട്ടുള്ള ജലത്തിൽ നിന്നും അതുപോലെ തന്നെ ഫുഡിൽ നിന്നുമാണ് ജോണ്ടിസ് നമ്മൾ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓൾ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് അറ്റ് ദി സെയിം വേ. എല്ലാ ഡിസീസസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു വേയിലൂടെയാണോ? അല്ല, ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ് വഴി ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ത്രൂ ഫുഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ത്രൂ വാട്ടർ, ത്രൂ എയർ ആൻഡ് ത്രൂ ക്രിയേച്ചർ. മെയിനായിട്ട് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് 5 വേസിലൂടെയാണ്. ഫുഡ് വഴിയും വാട്ടർ വഴിയും അതുപോലെ തന്നെ എയർ വഴിയും ദെൻ ചെറിയ ക്രിയേച്ചേഴ്സ് വഴി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രിയേച്ചേഴ്സ് ഇല്ലേ, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്, ഇത്തരം ക്രിയേച്ചേഴ്സ് വഴിയും ഡിസീസസ് സ്പ്രെഡ് ആവാറുണ്ട്. സോ ലുക്ക് അറ്റ് ദി ടേബിൾ ഹിയർ given by a mode of transmission. അല്ലെ, ഈ ടേബിളിൽ എന്ത് തന്നിട്ടുണ്ട്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഡിസീസസ് സ്പ്രെഡ് ആവുന്ന മോഡ് എന്ന് പറയുന്നത്? എയറിലൂടെയും ഫുഡിലൂടെയും വാട്ടറിലൂടെയും ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ത്രൂ ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ദെൻ കോണ്ടാക്ട്. അത് എങ്ങനെയൊക്കെയാണ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. എയറിലൂടെയുള്ള ഡിസീസസ് ഏതൊക്കെയാണ്? എയറിലൂടെയുള്ള ഡിസീസസിന് വരുന്നത് കോമൺ കോൾഡ്, ചിക്കൻ ബോക്സ്, മീസിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5ാം പനി, ദെൻ ട്യൂബർക്ലോസിസ്, ക്ഷയം. ഇതൊക്കെ എയറിലൂടെ വരുന്ന ഡിസീസസ് ആണ്. ദെൻ നെക്സ്റ്റ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡിലൂടെയും വാട്ടറിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ് റാറ്റ് ഫീവർ, ടൈഫോയിഡ്, കോളറ, ജോണ്ടിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം. ദെൻ ത്രൂ ഹൗസ് ഫ്ലൈ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ് കോളറ, ഡയറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിസാരം, കേട്ടിട്ടുണ്ടോ? ദെൻ ത്രൂ മോസ്കിറ്റോസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഫിലാരിയാസിസ്, മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ. ഇതൊക്കെ മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ദെൻ ത്രൂ കോണ്ടാക്ട് അല്ലെ, ഒരാളോടുള്ള ഒരു കോണ്ടാക്റ്റിലൂടെ സംസാരത്തിലൂടെയൊക്കെ സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസസ് ആണ് കൺജക്റ്റിവിറ്റീസ്, ദെൻ ലെപ്രസി. കൺജക്റ്റിവിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കണ്ണ്, അതുപോലെ തന്നെ ലെപ്രസി, കുഷ്ഠം. ഇതൊക്കെ ഒരാളോടുള്ള കോണ്ടാക്റ്റിലൂടെ വരുന്ന ഡിസീസസ് അല്ലേ. ഡിഫറെൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ആ ഒരു ഡിസീസസ്
ആ ഡിസീസസിന് എക്സാമ്പിൾസുമാണ് ഈ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത്. സോ ഇൻ ദിസ് ടേബിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിസീസസ് സ്പ്രെഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഡിസീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് വേസിലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു അപ്പുവിന് ഡെങ്കി ഫീവർ ആണ്. ആ ഡെങ്കി ഫീവർ അപ്പുവിന് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിച്ചു. ഇപ്പോൾ ഈ പഠിച്ചിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ ഏത് മോഡിലൂടെയാണ് അപ്പുവിന് ഡെങ്കി ഫീവർ വന്നിട്ടുള്ളത്? ഇൻ വിച്ച് ക്രിയേച്ചർ സ്പ്രെഡ് ബൈ ദി ഡെങ്കി ഫീവർ. ഏത് ക്രിയേച്ചറാണ് ഇവിടെ ഡെങ്കി ഫീവർ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്? മോസ്കിറ്റോസ് ആണ് ഡെങ്കി ഫീവർ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മോസ്കിറ്റോസ് നമുക്കറിയാം ഡേ ടു ഡേ ലൈഫിൽ മോസ്കിറ്റോസ് ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോസ്കിറ്റോസ് ഡിസീസസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരെ ഹെൽപ്പ്? മോസ്കിറ്റോസ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാൻ മെയിൻ റീസൺ ആണ്. മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ് ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ. ഇതൊക്കെ മോസ്കിറ്റോസ് വഴി ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ മോസ്കിറ്റോസ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയൊക്കെ ആയിരിക്കാം മോസ്കിറ്റോസ് വേർ ഗെറ്റിംഗ് ഇൻക്രീസിങ്? സോ ലുക്ക് അറ്റ് ദി ഫിഗർ. ഈ ഫിഗർ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ ഫിഗറിൽ മോസ്കിറ്റോസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോസ്കിറ്റോസ് പെരുകി വരുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? അൺകവേർഡ് എയർ പൈപ്സ് ഓഫ് സെപ്റ്റിക് ടാങ്ക് ലെറ്റ് ഇൻ മോസ്കിറ്റോസ് ടു ദി ടാങ്ക് വേർ ദേ ലേ എഗ്സ് ആൻഡ് മൾട്ടിപ്ലൈ. ഈ ഒരു പിക്ചറിൽ തന്നിട്ടുണ്ട് അൺകവേർഡ് ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്ക്സും അതുപോലെ തന്നെ പൈപ്സും. അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? മോസ്കിറ്റോസ് അവരുടെ എഗ്ഗ് അല്ലേ മുട്ട വിരിയിച്ചിട്ട് അവിടെ നിന്ന് മോസ്കിറ്റോസ് സ്പ്രെഡ് ആവുന്നുണ്ട്. ദെൻ സറൗണ്ടിങ്സ് ആർ ലെഫ്റ്റ് ഹൈജീനിക് ആൻഡ് അൺക്ലിയർഡ്. വൃത്തിയില്ലാത്ത സിറ്റുവേഷനിൽ നിന്ന്, ഹൈജീനിക് ആയിട്ടുള്ള വൃത്തികേടായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് മോസ്കിറ്റോസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അൺഡെസ്ട്രോയിഡ് വാട്ടർ ഫിൽഡ് പോട്ട്സ് മേക്ക് ദ കണ്ടീഷൻ ദേ മൾട്ടിപ്ലൈ. അല്ലെ നമ്മൾ കേട് വന്നിട്ടുള്ള പോട്ട്സും അതുപോലെ തന്നെ ടിന്നൊക്കെ വലിച്ചെറിയാണ്. അത്തരം സിറ്റുവേഷനിൽ അവിടെ നിന്നിട്ടും മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്, മോസ്കിറ്റോസ് പെരുകാറുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ഷെൽസ്, പ്ലാസ്റ്റിക് ടിൻസ്, ക്യാൻസ്, ഇതൊക്കെ നമ്മളുടെ സറൗണ്ടിങ്സിൽ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ അല്ലേ അതിലൊക്കെ മഴയിലൂടെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് മോസ്കിറ്റോസ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്റ്റാഗ്നൻറ്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വാട്ടറിൽ നിന്നും മലിനജലത്തിൽ നിന്നും മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ഈ ഫിഗറിൽ ഇപ്പോൾ എന്താണ് കാണിച്ചിട്ടുള്ളത്? മോസ്കിറ്റോസ് പെരുകുന്ന സിറ്റുവേഷൻസ് ആണ് ഈ ഫിഗറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഈ മോസ്കിറ്റോസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ടു ഡിക്രീസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോസ്കിറ്റോസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറക്കണമെങ്കിൽ നമ്മൾ ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കണം. വാട്ടറൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റാഗ്നേറ്റ് ചെയ്യാൻ പാടില്ല. കെട്ടിക്കിടക്കുന്ന മലിനജലം നമ്മളുടെ വീട്ടിൻ്റെ സറൗണ്ടിങ്സിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ വീട്ടിന് ചുറ്റും എന്ത് ചെയ്യുക? പുല്ലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് കളയുക. പിന്നെ അതുപോലെ തന്നെ ഇത്തരം നമ്മൾ അൺകവേർഡ് ആയിട്ടുള്ള പൈപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, വൃത്തിയില്ലാത്ത സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ പ്രിവെൻറ്റിങ് മെഷേഴ്സൊക്കെ സ്വീകരിക്കുക അല്ലെ. ബ്ലീച്ചിങ് പൗഡറൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ വിതറി കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം മൈക്രോ ഓർഗാനിസംസ് ഡെസ്ട്രോയ്ഡ് ആയിട്ട് മാറും. സോ ഈ ഒരു മോസ്കിറ്റോസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിക്രീസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വീക്കിൽ ഡ്രൈ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വൺസ് എ വീക്ക് ടു പ്രിവെൻറ്റ് ദ ബ്രീഡിങ് ഓഫ് മോസ്കിറ്റോസിൻ്റെ പെരുകൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ സെലിബ്രേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഡ്രൈ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? നമ്മളുടെ വീട്ടിലുള്ള എല്ലാ സറൗണ്ടിങ്സും ക്ലീൻ ചെയ്തിട്ട്, ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റാഗ്നേറ്റ് വാട്ടർ ഒന്നും വീട്ടിന് ചുറ്റും എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടിക്കിടക്കാതെയും. പിന്നെ വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള കോക്കനട്ട് ഷെല്ലും പോട്ടും ടിന്നും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വാട്ടറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലൂടെയാണ് ഡ്രൈ ഡേ നമ്മൾ മാക്സിമം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ വൺസ് എ വീക്ക്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡ്രൈ ഡേ കൊണ്ട് നടക്കണം അല്ലേ, നമ്മളുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട്. ഈ മോസ്കിറ്റോസിൻ്റെ എഗ്ഗ് ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 8 days ആണ് എടുക്കുന്നത്. 8 ദിവസം കൊണ്ടാണ് മോസ്കിറ്റോസിൻ്റെ എഗ്ഗ് വിരിഞ്ഞു വരുന്നത്. ആ 8 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സറൗണ്ടിങ്സ് ഒക്കെ മാക്സിമം ക്ലീൻ ചെയ്യുക. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ഇൻ ദിസ് ക്ലാസ് അല്ലേ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസീസസ്, എങ്ങനെയാണ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ ഡ്രൈ ഡേ എന്താണ്, മോസ്കിറ്റോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. അസ്സലാമു അലൈക്കും.